സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 23, 24 വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 22-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനായി തീരും. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെന്ന് നിന്റെ സഹോദരനെതിരെ നീ പറഞ്ഞെന്ന് പ്രവർത്തിച്ചെന്ന്, അത് ബ്ലഡ് റിലേഷൻ മാത്രമല്ല, സഹപ്രവർത്തകർ, സഭാവിശ്വാസികൾ, കൂട്ടുവേലക്കാർ, ഹല്ലേലൂയ. ദൈവസഭയെന്ന് പറയുന്നത്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലാണ്. ഏതെങ്കിലും ദൈവദാസന്മാരോടോ പാസ്റ്റർമാരോടോ സഹപ്രവർത്തകരോടോ സഹോദരങ്ങളോടോ വ്യക്തികളോടോ നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കയ്പ്, മുറിവ്, വേദന ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ, പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തിയാൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുസ്തകവും ബാഗും പാട്ടുപുസ്തകവും എല്ലാം അവിടെ വെച്ചിട്ട്, തമ്പേറും ഡ്രമ്മും അവിടെ വെച്ചിട്ട്, ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക, പിന്നെ വന്ന് തിരുവത്താഴം എടുക്കുക, പിന്നെ വന്ന് കർത്താവിന്റെ മേശയിലേക്ക് കൈനീട്ടുക. 25-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. പിണങ്ങാനല്ല യേശു പഠിപ്പിച്ചത്, ഇണങ്ങാനാണ്. പിണക്കാനല്ല യേശു പഠിപ്പിച്ചത്, ഇണങ്ങാനാണ്. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായവിധിയിൽ നിന്നും ന്യായാധിപൻ ചേവകനിൽ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഞാൻ ഇവിടെയെല്ലാം ഈ ക്ഷമയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ട്, ക്ഷമിക്കപ്പെടാത്ത മനോഭാവമുള്ളവർക്ക് ഭയങ്കര ന്യായവിധി ഉണ്ടാകുമെന്ന് എല്ലാ വാക്യത്തിന്റെ അറ്റത്ത് കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുന്നതിന് മുൻപ് നിന്റെ സഹോദരനോട് വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ, ഇപ്പൊ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നോ? പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഓർപ്പിക്കുന്നോ? ഉണ്ടെങ്കിൽ മാന്യതയും സ്റ്റാറ്റസും ഒന്നും നോക്കരുത്, ഞാനെന്നുള്ള ഭാവത്തിൽ നിൽക്കരുത്. ക്ഷമ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ട്, ആ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ചൊരു വേദന കാണും കേട്ടോ. ഉറപ്പായിട്ട് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, എഴുത്തുകൊണ്ട്, നോട്ടം കൊണ്ട്, കാണിച്ചു കൂട്ടിയ ചെയ്തികൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി തന്നൊരു മുറിവ് നിങ്ങൾക്കുണ്ടാകും. ആ മുറിവ് യേശുവിന്റെ രക്തം ഉണക്കും. ആ മുറിവിലേക്ക് യേശുവിന്റെ രക്തം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒഴുകിയിറങ്ങണം. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയണം, ആ വ്യക്തി എനിക്ക് തന്ന, എൻ്റെ ഹൃദയത്തിന് തന്ന വേദനയെ ഞാൻ നിനക്ക് തരുന്നു. നിന്റെ രക്തം അവിടേക്ക് ഒഴുകിയിറങ്ങണമേ. ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ഫോണിൽ ആ വ്യക്തിയുടെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് വാട്സാപ്പിൽ ആ വ്യക്തിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചു പറയാം, ഇന്ന് ഞാനൊരു മെസ്സേജ് കേട്ടപ്പോൾ, ദൈവവചനം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു കുറ്റബോധം എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്, ഒരു നീതിബോധം, ഒരു പാപബോധം എനിക്ക് തന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം തരുന്നവനാണ്. കുറ്റബോധം തരുന്നത് പിശാചാണ്, കുറ്റബോധത്തിൽ നിറയ്ക്കുന്ന പിശാചാണ്. പരിശുദ്ധാത്മാവ് തരുന്നത് നീതിബോധമാണ്, പാപബോധമാണ്. എനിക്കൊരു പാപബോധം തന്നു, എനിക്കൊരു നീതിബോധം തന്നു, നീതിയിലേക്ക് തിരിയാനുള്ള ഒരു ബോധം എനിക്ക് തന്നു. അതുകൊണ്ട് ആമീൻ, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ, പ്രിയരെ, നിങ്ങൾ അവിടെ വിജയിക്കുകയാണ്. സ്വർഗം അവിടെ ജയമെടുക്കുകയാണ്. നിങ്ങൾക്കായി ഒഴുകി വന്നിരുന്ന പല നന്മകളെയും വഴിത്തലയ്ക്കൽ ശത്രു തടഞ്ഞു വെച്ചത് അവിടെ തുറക്കപ്പെടുകയാണ്. ചില സൗഖ്യങ്ങൾ നിന്റെ ശരീരത്തിൽ നടക്കുകയാണ്. ചില വിടുതലുകൾ അവിടെ നിന്റെ തലമുറയിൽ സംഭവിക്കുകയാണ്. പിശാചിന്റെ ചില ബന്ധനങ്ങൾ അവിടെ നിന്ന് അഴിഞ്ഞു പോവുകയാണ്.